ഹായ് ഹലോ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. ഇന്ന് നമ്മൾ ഏജിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യത്തെ 4 പാർട്ട് വീഡിയോകൾ കണ്ടിട്ട് മാത്രമേ ഈ 5ാമത്തെ പാർട്ട് വീഡിയോ കാണാവുള്ളൂ. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് കേട്ടോ. ഇന്ന് നമ്മൾ ഏകദേശം എത്ര ചോദ്യമുണ്ട്? 3 6 ചോദ്യങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. സമയം കളയാതെ ഓരോ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 15 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് അവൻ്റെ 5 വർഷം മുമ്പിലത്തെ വയസ്സിൻ്റെ 5 മടങ്ങാകും എങ്കിൽ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? മക്കളെ, ഞാൻ രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്നെടുത്തു. രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാ? എക്സ്. ഓക്കെ, എങ്കിൽ 5 വർഷം മുൻപുള്ള വയസ്സ് എത്രയാ? 5 വർഷം മുൻപുള്ള വയസ്സ് എക്സ് മൈനസ് 5. സംശയമൊന്നുമില്ലല്ലോ. 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് എത്രയാ? 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് എക്സ് പ്ലസ് 15 ആണോ? 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് എക്സ് പ്ലസ് 15. ഇത്രയും ഞാൻ എഴുതിയത് ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. ഇപ്പോഴത്തെ ഏജ് എക്സ്, 5 വർഷം മുൻപ് എക്സ് മൈനസ് 5, 15 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 15. ഓക്കെ, ഇനി ഇവർ പറഞ്ഞേക്കുന്ന കാര്യം 5 വർഷം മുമ്പത്തെ വയസ്സിൻ്റെ 5 മടങ്ങാണ് 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ്. അതായത് 5 വർഷം മുമ്പത്തെ വയസ്സ് എക്സ് മൈനസ് 5 അല്ലേ? ഇതിൻ്റെ 5 മടങ്ങാണ് 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ്. ഇതാണ് 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ്. സോ എക്സ് പ്ലസ് 15. അപ്പോൾ 5 വർഷം മുമ്പത്തെ വയസ്സിൻ്റെ 5 മടങ്ങാണ് 15 വർഷം കഴിയുമ്പോൾ വയസ്സ്. അപ്പം എക്സ് മൈനസ് 5 ആണ് 5 വർഷം മുമ്പുള്ള വയസ്സ്. അതിൻ്റെ 5 മടങ്ങെന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു എക്സ് മൈനസ് 5. അതാണ് 15 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 15 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് സോൾവ് ചെയ്ത ഉത്തരവായി. 5 അകത്തേക്ക് ഗുണിച്ചു. അപ്പോൾ 5x മൈനസ് 5 25 ഈക്വൽ ടു എക്സ് പ്ലസ് 15 എന്ന് വന്നു. ഓക്കെ, ഇത് ഇങ്ങോട്ട് പോകും. അപ്പം 5x മൈനസ് എക്സ് 4x എന്ന് കിട്ടും ഈക്വൽ ടു മൈനസ് 25 അങ്ങോട്ട് പോകും, പ്ലസ് 25. 15 പ്ലസ് 25 40 വരും. അപ്പോൾ എക്സ് ഈക്വൽ ടു 40/4 10 എന്ന് കിട്ടും. അപ്പം രാജീവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് 10 എന്നാണ് കിട്ടുന്നത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സിമ്പിളാണ്, വലിയ കുഴപ്പമുള്ള ചോദ്യമൊന്നുമല്ല. മുന്നോട്ട് പോവാം. യെസ്, രണ്ടാമത്തെ ചോദ്യം: കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? ഓക്കെ, അപ്പോൾ കലയുടെ വയസ്സ്, മക്കളെ, കലയുടെ വയസ്സ് നമുക്ക് എങ്ങനെ എടുക്കാം? കലയുടെ വയസ്സ് നമുക്ക് എക്സ് എന്നെടുക്കാം. ഓക്കെ, കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോടെന്ന് പറഞ്ഞാൽ 9x, 5 കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ പ്ലസ് 5. അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആണ്. അപ്പം 9x പ്ലസ് 5 ആണ് 50. അതിൽ നിന്ന് 9x ഈക്വൽ ടു 50 മൈനസ് 5 45 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 45/9 5 എന്ന് കിട്ടും. സോ കലയുടെ വയസ്സ് 5 ആണെന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം ചെയ്യാം. ഓക്കെ, പിടിച്ചോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. ശരി, 56 ആണ്. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 ഇരട്ടിയാകും. സോ മദറും ഉണ്ട് ഡോട്ടറും ഉണ്ട്, ആണോ? ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ 3:1 ആകും. എപ്പം? 4 വർഷം കഴിയുമ്പം, ആഫ്റ്റർ 4 years അല്ലേ? 4 വർഷം കഴിയുമ്പോൾ വയസ്സിൻ്റെ റേഷ്യോ ഇതാകും. അമ്മയും ഉണ്ട്, മകളും ഉണ്ട്, മദറും ഡോട്ടറും ഉണ്ട്. 3 ഇരട്ടി വയസ്സ് അമ്മയ്ക്കാകും 4 വർഷം കഴിയുമ്പം. അപ്പോൾ 3:1 എന്ന റേഷ്യോയിലേക്ക് അവരുടെ വയസ്സ് മാറും. എന്ന് ആഫ്റ്റർ 4 years, 4 വർഷം കഴിയുമ്പോൾ അല്ലേ? ഓക്കെ, എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ത് എന്നാണ് ക്വസ്റ്റിനെ. ഇനി അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണെന്ന് തന്നിട്ടില്ലേ മക്കളെ? ഈ 56 എന്ന് പറഞ്ഞാൽ അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ ഇപ്പോഴത്തെ തുകയല്ലേ? 4 വർഷം കഴിയുമ്പം 2 പേരുടെയും വയസ്സ് 4 വെച്ച് കൂടും. 8 വയസ്സാകെ കൂടിയല്ലേ? അപ്പം 64 അല്ലേ 4 വർഷം കഴിയുമ്പോൾ ഉള്ള അവരുടെ വയസ്സുകളുടെ തുക?
ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും കൂടെ 56 വയസ്സ്. ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും കൂടെ 56 വയസ്സ്. 4 വർഷം കഴിയുമ്പം അമ്മയുടെ വയസ്സ് 4 കൂടും, മകളുടെ വയസ്സ് 4 കൂടും. ആകെ 8 വയസ്സ് കൂടും. അപ്പം അന്ന് രണ്ടുപേരുടെയും വയസ്സുകൾ തുക 64. അന്ന് രണ്ടുപേരുടെയും വയസ്സിൻ്റെ റേഷ്യോ 3:1 എന്ന് 4 വർഷം കഴിയുമ്പോൾ. അപ്പം 4 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സുകളുടെ തുക 64. 4 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സുകളുടെ റേഷ്യോ 3:1 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം അമ്മയുടെ വയസ്സ് 3x എന്ന് എടുക്കാം, മകളുടെ വയസ്സ് 1x എന്ന് എടുക്കാം. ഇത് രണ്ടും കൂട്ടുന്ന 4x ആണ് 64 എന്ന് പറയുന്ന വയസ്സ്. ശരിയാണോ? അതിൽ നിന്ന് x = നമുക്ക് എത്ര കിട്ടും? 1 6 16 എന്ന് കിട്ടും അല്ലേ? ഓക്കെ. എക്സ് 16 ആണ്. അമ്മയുടെ വയസ്സ് 48 എന്ന് 3 × 16, മകളുടെ വയസ്സ് 1 × 16 16 എന്ന് കിട്ടും. അപ്പോൾ അമ്മയ്ക്ക് 48, മകൾക്ക് 16. ഓക്കെ. ഇനി ചോദ്യം അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ഈ 48ഉം 16ഉം 4 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സുകളാണ്. ഇപ്പോഴത്തെ വയസ്സ് കാണാൻ ഇതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 4 കുറയ്ക്കണം. അപ്പോൾ അമ്മയുടെ വയസ്സ് 48 - 4 44, മകളുടെ വയസ്സ് 16 - 4 12. അമ്മയുടെയും മകളുടെ ഇപ്പോഴത്തെ വയസ്സുകൾ 44ഉം 12ഉമാണ്. അമ്മയുടെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 44 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടു മക്കളെ. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക ഇപ്പോൾ 56 എങ്കിൽ 4 വർഷം കഴിയുമ്പം രണ്ടു പേർക്കും 4 വയസ്സ് കൂടും, ആകെ 8 വയസ്സ് കൂടും. 4 വർഷം കഴിയുമ്പോൾ വയസ്സുകളുടെ തുക 64. ഇത്ര ഓക്കെ ആണല്ലോ. 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സ് വരും. അപ്പോൾ 4 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സിൻ്റെ റേഷ്യോ 3:1 ആണ്. അപ്പോൾ അമ്മയുടെ വയസ്സ് 3x എന്നും മകളുടെ വയസ്സ് 1x എന്നും എടുക്കാം. ആണോ? 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ അന്ന് അവരുടെ വയസ്സുകൾ തുക 4x ആണ്. ആ 4x ആണ് അന്നത്തെ വയസ്സുകൾ തുക 64. അപ്പോൾ x 16 എന്ന് കിട്ടും. അപ്പോൾ അമ്മയുടെ വയസ്സ് 3 × 16 48 എന്നും മകളുടെ വയസ്സ് 1 × 16 16 എന്നും കിട്ടും. 48ഉം 16ഉം 4 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സുകളാണ്. ഇപ്പോഴത്തെ വയസ്സുകൾ കാണാൻ 2ൽ നിന്ന് 4 കുറയ്ക്കണം. 48ൽ നിന്ന് 4 കുറച്ചാൽ 44, 16ൽ നിന്ന് 4 കുറച്ചാൽ 12. അമ്മയുടെ വയസ്സ് 44 കേട്ടോ. 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. അപ്പോൾ 5 കുട്ടികളുണ്ട്, അവരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ തുക. മക്കളെ, 5 വർഷം കഴിയുമ്പം ഈ 5 പേരിൽ ഓരോരുത്തർക്കും 5 വയസ്സ് വെച്ച് കൂടില്ലേ? അപ്പോൾ ആകെ 25 വയസ്സ് കൂടില്ലേ? അപ്പോൾ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുകയോട് 25 കൂട്ടുന്നതല്ലേ ഉത്തരം? ആൻസർ 73. ആൻസർ 73 ആണ്. ഓപ്ഷൻ സി ആണ് മക്കളെ കറക്റ്റ്. അതായത് 5 കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 48 ആണ്. 5 വർഷം കഴിയുമ്പോൾ എത്രയാകുന്നല്ലേ? 5 വർഷം കഴിയുമ്പം 5 പേരിൽ ഓരോരുത്തർക്കും 5 വയസ്സ് കൂടില്ലേ? അപ്പോൾ 5 25 വയസ്സ് ഇന്നത്തെ തുകയേക്കാൾ അന്ന് കൂടുതലല്ലേ? അപ്പോൾ അന്നത്തെ തുക കാണാൻ ഇന്നത്തെ തുകയുടെ കൂടെ 25 കൂട്ടി പറയാം. ആൻസർ 73 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ്. ഓക്കെ. അപ്പം മദറും ഉണ്ട്, സണ്ണും ഉണ്ട്. ആണോ? ഇവരുടെ വയസ്സിൻ്റെ റേഷ്യോ 2:1 ഇരട്ടിയാകും മകൻ്റെ. എപ്പം? 6 വർഷം കഴിയുമ്പം. ആഫ്റ്റർ 6 ഇയേഴ്സ്. ആഫ്റ്റർ 6 ഇയേഴ്സ് 6 വർഷം കഴിയുമ്പം അമ്മയുടെ വയസ്സും മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല, 6 വർഷം കഴിയുമ്പം. ഓക്കെ. അപ്പോൾ 6 വർഷം കഴിയുമ്പം ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ അമ്മയുടെ വയസ്സ് 2x എന്ന് എടുക്കാം, മകൻ്റെ വയസ്സ് 1x എന്ന് എടുക്കാം. ഇതാണ് 6 വർഷം കഴിയുമ്പോൾ ഉള്ള അമ്മയുടെയും മകൻ്റെയും വയസ്സ്. ഒന്ന് 2x-ഉം ഒന്ന് 1x-ഉം ആണ്. 6 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സുകൾ 1x, അമ്മയുടെ 2x. കാരണം 6 വർഷം കഴിയുമ്പോൾ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറും. സോ അമ്മയുടെ വയസ്സ് 2x, മകൻ്റെ വയസ്സ് 1x. ഇനി നമുക്കറിയാം ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 1x അല്ലേ? ആ വയസ്സുകളുടെ വ്യത്യാസമല്ലേ 21? കാരണം അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ആ വയസ്സുകളുടെ വ്യത്യാസം എപ്പോഴും 21 അല്ലേ?
ഒരാൾക്ക് മറ്റൊരാളേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ആ വയസ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ലേ മക്കളെ? വയസ്സുകളുടെ ഡിഫറൻസ് മാറില്ലല്ലോ. 2 പേര് തമ്മിൽ 5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മരിക്കുന്നോടം വരെ വയസ്സിൻ്റെ ഡിഫറൻസ് 5 ആയിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ടെങ്കിൽ എപ്പോഴും വയസ്സുകളുടെ വ്യത്യാസം 21 അല്ലേ? ഇപ്പോഴും വയസ്സുകളുടെ വ്യത്യാസം 21. 6 വർഷം കഴിയുമ്പോഴും വയസ്സുകളുടെ വ്യത്യാസം 21 തന്നെയല്ലേ? അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ വയസ്സുകൾ 2x 1x ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസം x ആണ്, അത് 21 ആണ്. x 21 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് നമുക്ക് 42 എന്നും മകൻ്റെ വയസ്സ് നമുക്ക് x അതായത് 21 എന്നും പറയാം. 42ഉം 21ഉം ആണ് ആഫ്റ്റർ 6 ഇയേഴ്സ്, 6 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെയും മകൻ്റെയും വയസ്സുകൾ. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ 2ൽ നിന്നും 6 കുറയ്ക്കണം. സോ അമ്മയുടെ വയസ്സ് 42ൽ നിന്ന് 6 കുറച്ചാൽ 36 എന്നും മകൻ്റെ വയസ്സ് 21ൽ നിന്ന് 6 കുറച്ചാൽ 15 എന്നും കിട്ടും അല്ലേ? ചോദ്യം അമ്മയുടെയും മകൻ്റെയും വയസ്സുകളുടെ തുക എത്രയാണ്? അമ്മയുടെ വയസ്സ് 36, ഇപ്പം മകൻ്റെ വയസ്സ് 15, വയസ്സുകളുടെ തുക കൂട്ടുമ്പോൾ നമുക്ക് 51 എന്ന് കിട്ടും മക്കളെ. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. കണ്ടോ? എപ്പോഴും ഓർക്കുക, 2 പേരുടെ വയസ്സുകളുടെ വ്യത്യാസം 21 ആണെങ്കിൽ അല്ലെങ്കിൽ എത്രയെങ്കിലും ആണെങ്കിൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. 2 പേര് തമ്മിൽ 5 വയസ്സിന് വ്യത്യാസമാണെങ്കിൽ അവർ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നോടം വരെ വയസ്സുകൾ വ്യത്യാസം അതായിരിക്കും, ഒരിക്കലും മാറില്ല. അപ്പോൾ അമ്മയും മകനും തമ്മിൽ 21 വയസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോഴങ്ങനെയാണെങ്കിൽ 6 വർഷം കഴിഞ്ഞും അങ്ങനെയായിരിക്കും. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സിൻ്റെ റേഷ്യോ 2:1 ആണ്. ഒരാളുടെ വയസ്സ് 2x, ഒരാളുടെ വയസ്സ് 1x. ഈ വയസ്സുകൾ വ്യത്യാസം 1x, അത് 21ന് തുല്യം. അപ്പോൾ അമ്മയുടെ വയസ്സ് 42ഉം മകൻ്റെ വയസ്സ് 21ഉമാണ്. ഇത് 6 വർഷം കഴിയുമ്പോഴത്തെ കാര്യമാണ്. ഇപ്പോൾ 6 കുറവായിരിക്കും വയസ്സുകൾ. 36ഉം 15ഉം വയസ്സുകൾ തുക കാണാൻ 36ഉം 15ഉം കൂടെ കൂട്ടണം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7ഉമെങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? അപ്പോൾ ഒരു ഫാദറും ഉണ്ട്, ഒരു സണ്ണും ഉണ്ട്. അവരുടെ വയസ്സിൻ്റെ റേഷ്യോ ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയാണ്. ഓക്കെ, സോ നേരെ തിരിച്ചെഴുതാം. കുട്ടിയുടെയും പിതാവിൻ്റെ, സണ്ണിൻ്റെയും ഫാദറിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ 5:7 ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു സണ്ണിൻ്റെയും ഫാദറിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ 5:7 ആണ്. അപ്പോൾ സണ്ണിൻ്റെ വയസ്സ് 5x എന്നും ഫാദറിൻ്റെ വയസ്സ് 7x എന്നും എടുക്കാം. ഇവരുടെ വയസ്സുകളുടെ തുക 156 ആണെന്ന് തന്നിട്ടുണ്ട്. വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 5xും 7xും കൂട്ടുന്നതാണ്. 5xും 7xും കൂട്ടുമ്പോൾ 12x എന്ന് കിട്ടും. ഈ 12x ആണ് 156 എന്ന് പറയുന്നത്. അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. 156 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. ഓക്കെ മക്കളെ, എത്ര കിട്ടും? 15ൽ 1 തവണ, 36ൽ 3 തവണ 13 എന്ന് കിട്ടും. x 13 എന്ന് കിട്ടിയാൽ നമുക്ക് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇവർ ചോദിച്ചേക്കുന്നത് പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണെന്ന്. ഇവരുടെ വയസ്സുകൾ വ്യത്യാസം 2x അല്ലേ? അപ്പോൾ 2x എത്രയാണെന്ന് നോക്കിയാൽ ഉത്തരവായില്ലേ? x 13 ആണെങ്കിൽ 2x എന്ന് പറഞ്ഞാൽ 26 അല്ലേ? അപ്പോൾ ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം കാണാൻ വയസ്സുകൾ കണ്ടുപിടിച്ചിട്ട് വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. ഒരാളുടെ വയസ്സ് 5x, ഒരാളുടെ വയസ്സ് 7x, വയസ്സുകളുടെ വ്യത്യാസം 2x ആണ്. x 13, അപ്പോൾ 2x 26, വയസ്സുകൾ തമ്മിൽ 26 വയസ്സിന് വ്യത്യാസമുണ്ട്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയല്ലോ മക്കളെ? ഏജിൻ്റെ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങൾ ബഹളം വെക്കാറുള്ളതാണ്. PYQസിലൂടെ പഠിപ്പിക്കുവാണെങ്കിൽ എക്സാമിന് വന്ന ചോദ്യങ്ങളെക്കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ എന്നോർത്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.